പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 പേജ് നമ്പർ 34 to 35 ഫിഗർ ഇറ്റ് ഔട്ടിലെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് എ സ്റ്റോറി ഓർ സിറ്റുവേഷൻ ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ വാല്യൂസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ എക്സ്പ്രഷനും നമ്മളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എഴുതണം. എന്നിട്ട് നമ്മളിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 89 + 21 - 10. അപ്പോൾ ഇവിടെ 89ഉം 21ഉം കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് യോജിച്ച ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങളത് കേട്ടിട്ട് ഒന്നെങ്കിൽ നോട്ടിൽ എഴുതുക. ഞാൻ എഴുതിയാൽ ഒത്തിരി ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 89ഉം 21ഉം കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് യോജിച്ച ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം വേണം. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ പേരെടുക്കാം. അപ്പോൾ നമുക്ക് റിയയും സിയയും രണ്ട് പേരെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പേരെടുക്കാം കേട്ടോ. അപ്പോൾ റിയ ആൻഡ് സിയ went to the beach from where Ria collected 89 stones. റിയ 89 സ്റ്റോൺസ് ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്തു. ആൻഡ് സിയ കളക്റ്റഡ് 21 സ്റ്റോൺസ്. അപ്പോൾ അത്രയും നമ്മളത് സ്റ്റോറി ആയിട്ടെടുത്തു. When they reached home, their other younger sister asked them for some stones. They give her 10 stones ഫ്രം ദർ കളക്ഷൻ. അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. ഈ 89 + 21 ആണ് രണ്ടുപേരും കൂടെ കളക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? അവർ കളക്ട് ചെയ്തതിൽ നിന്ന് 10 അവർ മറ്റാർക്കോ കൊടുത്തു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവരുടെ യങ്ങർ സിസ്റ്റർ സ്റ്റോൺ ചോദിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കളക്ഷനിൽ നിന്ന് 10 എണ്ണം അവർക്ക് കൊടുത്തു. അപ്പോൾ ഹൗ മെനി സ്റ്റോൺസ് വെർ ലെഫ്റ്റ് വിത്ത് ബോത്ത് റിയ ആൻഡ് സിയ. ഇനി റിയയുടെയും സിയയുടെയും കയ്യിൽ ബാക്കിയുള്ള സ്റ്റോൺസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് ഒരു സ്റ്റോറി ആയിട്ടിപ്പോൾ ഞാൻ പറഞ്ഞത് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങളത് ഒന്നുകൂടെ കേട്ട് നോക്കിയിട്ട് അത് നിങ്ങളുടെ നോട്ടിൽ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 89 + 21 - 10. നമുക്കെല്ലാ ടേംസുകളും പ്ലസ് ഇട്ട് വേണം അല്ലേ. അപ്പോൾ 89 + 21 - 10 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ടിട്ട് 10ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതുന്നു. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 89 + 21 എന്ത് വരും? 89ഉം 21ഉം കൂടെ ആഡ് ചെയ്താൽ 9 + 1 10, 8 + 2 10 + 1 11, 110 പ്ലസ് -10. ഇപ്പോൾ ഇവിടെ 1 + 1 മൈനസുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ കൊടുക്കും. ബിഗിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് നമ്മളിടേണ്ട 110 - 10. അപ്പോൾ എന്ത് വരും? 100 എന്ന് കിട്ടും. ആൻസർ ഈസ് 100. ഇനി അവരുടെ കയ്യിൽ 100 സ്റ്റോൺസ് ആണുള്ളത്. ഇനി അടുത്തത് 5 × 12 - 6. 5ഉം 12ഉം കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് കടയിൽ പോയിട്ട് 5 പെന്ന് വാങ്ങുന്നു. ഒരു പെന്നിന് 12 റുപ്പീസ് വെച്ചാണ്. അപ്പോൾ 5 പേനകളുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 5 × 12 ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറി നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഈ 5 × 12 എങ്ങനെ എഴുതാം? രാധ ബോട്ട് 5 pens ഫ്രം എ സ്റ്റേഷനറി ഷോപ്പ്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് പെൻ ഈസ് ₹12. മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്തിരിക്കുകയാണ്? അതിൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. 6 സബ്ട്രാക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഈ പേനയുടെ വിലയിൽ നിന്ന് 6 രൂപ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഷോപ്പ് കീപ്പർ അവൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എന്തെഴുതാം? ദ ഷോപ്പ് കീപ്പർ ഓൾസോ ഗേവ് ഹെയർ എ ഡിസ്കൗണ്ട് ഓഫ് ₹6 ഓൺ ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റാണ് 5 × 12. അതായത് ഒരു പേനയ്ക്ക് 12 റുപ്പീസാണ്. അതേപോലത്തെ 5 പേനകളാണ് വാങ്ങിയത്. അപ്പോൾ പേനയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5 × 12 ആണ് അല്ലേ. ഒരു പേനയ്ക്ക് 12 റുപ്പീസ് ആണെങ്കിൽ 5 പേനകളുടെ കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 5 × 12 ചെയ്യണം. അതിൽ നിന്ന് ആ മൊത്തം കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് 6 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 5 × 12 - 6. Find the total amount
that she has to pay to the shopkeeper. അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റോറി നമുക്ക് എഴുതാം. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 5 × 12 - 6. ഇതിനെ എങ്ങനെ എഴുതാം? 5 × 12 ഒരു ടേമാണ്, അടുത്തത് മൈനസ് ആണ്, അപ്പോൾ അവിടെ പ്ലസ് ഇട്ടിട്ട് 6ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, ദാറ്റ് ഈസ് -6. 12 × 5 60 പ്ലസ് -6. ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്, അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടുന്നു. 60 - 6 ഈസ് 54. 54 ആണ് അടുത്തതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തത് 4 × 9 + 2 × 6. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഈ രണ്ടാമത്തതിൽ ചെയ്തതുപോലെ തന്നെ എഴുതാം. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ വിലയായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ആരെങ്കിലും 4 പെൻസിൽ 9 രൂപയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് പറയാം. അടുത്തത് 2 ഇറേസർ 6 രൂപയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് പറയാം. അതായത് ഒരെണ്ണത്തിനാണ് 6 രൂപ കേട്ടോ, ഇവിടെ ഒരു പെൻസിലിന് 9 രൂപ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സുമിത് ബോട്ട് 4 പെൻസിൽസ്, ദ കോസ്റ്റ് ഓഫ് ഈച്ച് പെൻസിൽ ഈസ് 9 rupees. അതാണ് 4 × 9. 4 പെൻസിലുകൾ വാങ്ങി, അതിൽ ഒരു പെൻസിലിന് 9 രൂപ വെച്ചാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4 × 9 ആണ്. പിന്നെന്താണ്? ആൻഡ് ഹി ഓൾസോ ബോട്ട് 2 ഇറേസേഴ്സ് വിച്ച് കോസ്റ്റ് ₹6 ഈച്ച്. അപ്പോൾ എന്ത് വരും? 2 ഇറേസറുകൾ വാങ്ങി, അതിലൊരെണ്ണത്തിൻ്റെ വില 6 രൂപയാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 × 6 ആണ്. ഹൗ മച്ച് മണി ഡസ് ഹി ഹാവ് ടു സ്പെൻഡ് ടു ബൈ ദീസ് ഐറ്റംസ്? ഇങ്ങനെ നമുക്ക് ഇതിൽ സ്റ്റോറി ഉണ്ടാക്കാം. ഇനി നമ്മളിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 4 × 9 + 2 × 6. 2 ടേമുകളാണുള്ളത്, 4 × 9 2 × 6. 4 × 9 36 + 6 × 2 12. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 48 എന്ന് കിട്ടും.